അപ്പോൾ ഇലക്ഷൻ പ്രൈമറി വോട്ടെടുപ്പ് വന്നു. ആരും വിചാരിച്ചില്ല ഇവർക്ക് പിന്നെ ഇവരാളുകളെ വിളിക്കുന്നു, ആളുകളെ ബന്ധപ്പെടുന്നു, ഞാനിങ്ങനെയാണ്, പിന്നെ ഒരു വെയിറ്റ്രസ് ആണ്, സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞ് പിന്നെ ആളുകളുടെ അടുത്ത് ചെല്ലുന്നു. ആളുകൾ ഇവരെ പിന്തുണയ്ക്കുന്നു. ആ പ്രൈമറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വിജയിക്കുന്നു. അത് അന്നത്തെ ഒരു വലിയ ഒരു രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു. കാവലിയെപ്പോലൊരു വമ്പൻ ആളെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ഷനിൽ ഒരു തവണ പരാജയപ്പെട്ടാൽ അമേരിക്കയിൽ എത്ര വമ്പനാണേലും അവർ ഔട്ടായി പോകും. നേരെ മറിച്ച് കേരളത്തിൽ ഒരു തവണ പരാജയപ്പെട്ടാൽ അടുത്ത തവണ നിൽക്കും, പിന്നെയും പരാജയപ്പെട്ടാൽ പിന്നെയും നിൽക്കും. നമ്മുടെ സിനിമാ നടന്മാരുടെ സിനിമകൾ പൊട്ടുന്ന പോലെയാണ്. എത്ര സിനിമ പൊട്ടിയാലും അവർ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ തുടരും എന്ന് പറഞ്ഞ പോലെ. പക്ഷേ അമേരിക്കയിൽ അതല്ല. ഒരിക്കൽ ആ ഇലക്ഷൻ രംഗത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഔട്ടായിപ്പോയി. ക്രൗലി അങ്ങനെ ഔട്ടായിപ്പോയി. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഈ വേറെയും ചില ആളുകൾ നമ്മൾ കാണുകയുണ്ടായി. പിന്നെ അപ്പോൾ ഇതായിരുന്നു അന്നത്തെ സ്ഥിതി. അവർ ഈ പ്രൈമറിയിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ന്യൂയോർക്ക് സിറ്റി പിന്നെ ഡെമോക്രാറ്റുകളുടെ ഒരു ആധിപത്യമുള്ളൊരു സ്ഥലമാണല്ലോ. നിഷ്പ്രയാസം വൻ ഭൂരിപക്ഷത്തോടെ അവർ വിജയിച്ചു. അതിൽ ക്രൗലിക്ക് പിന്നെ 1.5 മില്യൺ ഉണ്ടായിരുന്നെന്ന് പ്രചാരണത്തിന് വേണ്ടിയിട്ട്. ഇവരുടെ കയ്യിൽ $83,000 ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത്രയും വെച്ചാണ്. അപ്പം ഈ 15 ലക്ഷം ഉണ്ടായിരുന്നു, ഇവർക്ക് 1 ലക്ഷം പോലും ഇല്ലായിരുന്നു. എന്നിട്ടാണ് ഇവർ ആ പ്രചാരണത്തിൽ പിന്നെ മുന്നേറിയതും ഇവരെ വിജയിക്കുകയും ചെയ്തത്. അങ്ങനെ കോൺഗ്രസ് അംഗമായി അതിന് ശേഷം അവർ ശക്തമായ നിലപാടുകൾ, പ്രത്യേകിച്ച് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള അവരുടെ ആ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വളരെ പാഷനേറ്റായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ 2008 അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള കാര്യം പറയുന്നത്, അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മ ഒരു ഹൗസ് ക്ലീനറായിട്ട് വീടുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പിന്നെ പോകുന്നൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇവരുടെ വീട് നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതിയിലാണ് ഇവർ AOCയും വെയിറ്റ്രസ്സായിട്ട് പോയി പിന്നെ ജോലി ചെയ്യുന്നത്. ആ കാശ് കൊണ്ട് ആ വീട് എങ്ങനെയെങ്കിലും ആ മോർഗേജ് അടിച്ചു പോകണമെന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ ഈ അമേരിക്കയിലെ എല്ലാത്തരം വിഷമതകളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് AOC. അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ആ ഒരു ആത്മാർത്ഥത അവരുടെ ഓരോ വാക്കുകളിലും തുടിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരെ പിന്നെ പറയുന്നതെല്ലാം സത്യസന്ധമായ വാക്കുകളാണ്. ഈ സാധാരണക്കാർക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയുമാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ആശയങ്ങളാണെന്നുള്ളത് മറ്റൊരു കാര്യം.